ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടോപ്പ് ഫോർവേഡ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്ക് ഫെയിൽ ആവാതെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇതിൽ ഒരു ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്ക് കൂടെ കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇനി കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഇതിനേക്കുള്ള ആ ഒരു ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കിട്ടൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാതെ തന്നെ ചെയ്യണം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലുപ്പമുള്ള 4 മുട്ട. അതിലേക്ക് കുറച്ച് വാനില പൗഡർ ചേർത്തിട്ടുണ്ട്. വാനില എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതാദ്യം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതേപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര എല്ലാം ചേർത്തിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ക്രീമി ആയിട്ട് വരണം. അതുവരെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഓയിൽ ചേർത്തിട്ട് ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോ സ്പീഡിലൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നത്. ഇതിലേക്ക് ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് മാവിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇടവിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വരെ പാലൂടെ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള പാലാണ്. തണുത്ത പാലും ചേർക്കരുത്, ഒരുപാട് ചൂടുള്ള പാലും വേണ്ട. അപ്പോൾ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓവൻ ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. മാവ് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടവും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നത്. 7 ഇഞ്ചിൻ്റെ ആയാൽ കുറച്ചും കൂടെ ഹൈറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ ഓവനിൽ ഒരു 40-45 മിനിറ്റ് 180 ഡിഗ്രിയിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓവൻ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനി തണുത്തിട്ട് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ മൈദ കൊണ്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിൽ നിന്നും ആ ഫില്ലിങ്ങിനുള്ള കുറച്ച് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിലേക്ക് കുറച്ച് കാരമൽ ചോക്ലേറ്റ് ഗനാഷാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ കൂടുതലായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നനയ്ക്കാൻ പാടില്ല ഈ ഒരു ടോപ്പ് ഫോർവേഡ് കേക്ക്. അതുകൊണ്ട് ഇതിലേക്ക് ആ ഒരു നേരത്തെ ചെയ്തിട്ടുള്ള കാരമൽ ഗനാഷും അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും വേണ്ട. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, ഒരു 3-4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം മാത്രം മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നല്ല തിക്കായിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് ലിക്വിഡ് പോലെയല്ല ഉള്ളത്. എന്നിട്ട് ഈ ഓരോ സ്പോഞ്ചിലും ഇങ്ങനൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് നനച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റും കിട്ടും. ഒരുപാട് നനഞ്ഞു പോവുകയില്ല.
ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കാരമൽ ഗനാഷ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കാരമൽ ഗനാഷ് ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമും ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒട്ടും മെൽറ്റായി പോവുകയൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ടോപ്പ് ഫോർവേഡായിട്ട് വെക്കുമ്പോൾ പൊളിഞ്ഞു പോകാതെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. എല്ലാ ലെയറിലും ഇതേപോലെ തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്തിട്ട് ഈ ഒരു കേക്ക് ഫ്രീസറിലേക്ക് 1 മണിക്കൂർ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ടാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഐസിങ് ചെയ്തെടുക്കുന്നത്. മൊത്തത്തിൽ ക്രീം കവർ ചെയ്തെടുക്കുന്നതും അതുപോലെ ഇത് കട്ട് ചെയ്തിട്ട് ഒന്ന് മറിച്ച് ടോപ്പ് ഫോർവേഡായിട്ട് വെക്കുന്നതും നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് വേണം. ഇല്ലെങ്കിൽ ഈ കേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രീസറിലേക്ക് വയ്ക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെച്ചിട്ടെടുക്കണം. അപ്പോൾ കേക്ക് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിനി ഈ സൈഡിൽ നിന്നായിട്ട് ഒരു 1/4 ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇത് താഴ്ന്ന് സ്പാച്ചില വെച്ചിട്ട് ഇതേപോലെ വലിയൊരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു കേക്ക് ബോർഡിൽ തന്നെ നന്നായിട്ട് വിപ്പിംഗ് ക്രീം താഴെന്ന് കൊടുത്തിട്ട് ഇത് മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് നല്ല സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് മറിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഒന്നും താഴേക്ക് വീഴുകയോ അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ സൈഡിലും മുകളിലും എല്ലായിടും നന്നായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ യെല്ലോ കളറിൽ ക്രീമാണ് വിപ്പിംഗ് ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് തന്നെയാണുള്ളത്. നമ്മൾ ഇതിൽ നിന്നും ഒരു 1/4 ഭാഗം മുറിച്ച് മാറ്റിയിട്ടുള്ളത് കൊണ്ട് അത്രയും തന്നെ മതിയാവും. ഒരു സ്ക്യൂവർ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്, തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സൈഡിലായിട്ട് ഞാൻ കുറച്ച് ബ്ലൂ കളറിലുള്ള വിപ്പിംഗ് ക്രീം ഇതേപോലെ ഒരു സ്പാച്ചില വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഇതേപോലെ ഒന്ന് സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള ഡെക്കറേഷൻസിനൊക്കെ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഫോണ്ടൻ്റ് കുറച്ച് CMC പൗഡർ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടാനായിട്ട് ഇതേപോലെ ഒരു ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ ആ ഒരു ബ്ലോക്ക് വെച്ചിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്കൊന്ന് മടക്കി വയ്ക്കുമ്പോൾ ആ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മുറിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ആ ഒരു സ്ക്രീനും അതുപോലെ കീബോർഡൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എഡിബിൾ ഗ്ലൂ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പേപ്പർ കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. കീബോർഡ് ചെയ്യാനായിട്ട് ഇതേപോലെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴാണ് കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഒരു ബുക്കിൽ എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഡ്രൈ ആകുമ്പം ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി ഇതിലേക്കായിട്ട് ഒരു ലാഡർ കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ലാഡർ ചെയ്യുമ്പോൾ ഫോണ്ടൻ്റ് നല്ല തിക്കായിട്ട് തന്നെ പരത്തിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ ഒരു എംബ്ലം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതേപോലെ ഫോണ്ടൻ്റ് ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ലാപ്ടോപ്പിന് ഒരു മൗസ് റെഡിയാക്കാനായിട്ട് ചെറിയ ഒരു പീസ് ഫോണ്ടൻ്റ് ഇതേപോലെ ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൻ്റ് ഒന്ന് ഓവൽ ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു എൻഡിലായിട്ട് ഒരു റെഡ് ബട്ടണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് വേണം, ഒരു 4 മണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം കേക്കിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഈ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതെല്ലാം വെച്ച് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ടോപ്പ് ഫോർവേഡ് കേക്ക് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലുള്ള ഫില്ലിങ്ങൊക്കെ അതേപോലെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കേക്ക് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്